ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ ലൈവിൽ നേരത്തെ ടാസ്കിന്റെ ബാക്കി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതായത് ടീം ബി ആനിമൽസ് ആയിട്ട് മാറുക, ടീം എ അവരെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ടീം ബി എന്ന് പറയുന്നത് അവര് ആനയായിട്ട് അനീഷ്, കഴുതപ്പുലിയായിട്ട് ആദില, കഴുതയായിട്ട് സരിക, കഴുകനായിട്ട് അക്ബർ, കൊതുകായിട്ട് അനു, പൂച്ചയായിട്ട് റെന, സിംഹമായിട്ട് ആര്യൻ, കുരങ്ങനായിട്ട് നെവിൻ. ഇങ്ങനെയാണ് അവർ അവരുടെ ഓരോ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുകയും ആ ഒരു മൃഗങ്ങളുടെ പുറകിൽ പോയി നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷാനവാസിന്റെ ടീമാണല്ലോ ഇവരെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൂച്ചയായിട്ട് അവർ അനുമോളെയാണ് കണ്ടെത്തിയത്, അരണയായിട്ട് സരിയെ കണ്ടെത്തി, കഴുകനായിട്ട് അക്ബറിനെ തന്നെ കണ്ടെത്തി, അത് കറക്റ്റ് ഉത്തരമായിരുന്നു. സിംഹമായിട്ട് ആര്യനെ കണ്ടെത്തി, അതും കറക്റ്റ് ഉത്തരമായിരുന്നു. കൊതുകായിട്ട് റെനയെ കണ്ടെത്തി, കഴുതയായിട്ട് അനീഷിനെ കണ്ടെത്തി, കഴുതപ്പുലിയായിട്ട് ആദിലെ കണ്ടെത്തി, അത് കറക്റ്റ് ഉത്തരമായിരുന്നു. ആനയായിട്ട് അഭിലാഷിനെ കണ്ടെത്തി, കുരങ്ങനായിട്ട് നെവിനെ കണ്ടെത്തി, അതും കറക്റ്റ് ഉത്തരമായിരുന്നു. അങ്ങനെ 4 പേരെ കൃത്യമായി കണ്ടെത്തിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ടീം എ ആയിരിക്കും ഈ ടാസ്കിലും ജയിച്ചിട്ടുണ്ടാവുക. വലിയ ആഘോഷവും ബഹളവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് അവരുടെ അടുത്ത് ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ടീം ബിക്ക് 2 പോയിന്റും ടീം എക്ക് 4 പോയിന്റും കിട്ടിയിട്ടുണ്ട്. കാരണം 4 പേരെ കൃത്യമായിട്ട് ടീം എ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നെവിൻ കുരങ്ങനായിട്ടാണ്, അത് കൃത്യമായി അവർ കണ്ടെത്തി. കഴുതപ്പുലിയായിട്ടുള്ള ആദിലെ കണ്ടെത്തി, കഴുകനായിട്ടുള്ള അക്ബറിനെ കണ്ടെത്തി, സിംഹമായിട്ടുള്ള ആര്യനെ കണ്ടെത്തി. ഈ 4 ഉത്തരങ്ങൾ ശരിയായി കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ ടാസ്കിലും എ ടീം തന്നെ വിജയിക്കാനാണ് സാധ്യത. വേറെ ട്വിസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് അവരുടെ അടുത്ത് ലിവിംഗ് ഏരിയയിൽ പോയി ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.